അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിൽ അലിയാം അതിൻ്റെ 4ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേറെ സ്നേഹിച്ച, നബി തങ്ങളെ അങ്ങോട്ടേറെ സ്നേഹിച്ച സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ആരാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ? പരിശുദ്ധമായ ദീനിലേക്ക് വരുന്ന രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങുന്നത്. നേരെ വന്നു ചേരുന്നതോ സ്വന്തം സഹോദരി ഇസ്ലാമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സഹോദരി മുഖേന പരിശുദ്ധമായ ദീനിന്റെ മധുരം അറിഞ്ഞല്ലോ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്നുള്ള വിശുദ്ധമായ ആയത്തിൻ്റെ മധുരം ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ ഹൃദയത്തെ കോൾമേർ കൊള്ളിക്കുകയാണ്. അങ്ങനെയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിലേക്ക് വരുന്നത്. ദാറുൽ അർഖമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ മുട്ട് ഹബീബിൻ്റെ മുട്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറയുകയാണ്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നിങ്ങൾ നബിയാണെന്ന്, നിങ്ങൾ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ പരിശുദ്ധരായ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ്. പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹമായിരുന്നു ഉമർ തങ്ങൾക്ക്. എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണല്ലോ, ഞാൻ ഉമർ തങ്ങളുടെ ചരിത്രം പൂർണ്ണമായി പറയാൻ ഈ സമയം പറ്റൂല, അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണല്ലോ അവസാനം വിട പറയുന്ന നേരത്ത് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവിൻ്റെ അടുത്തൊന്ന് പോവോ മോനെ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ ബീവി, നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഭർത്താവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയും നിങ്ങളുടെ ഉപ്പയും കിടക്കുന്ന ആ ഹുജറത്തു ഷരീഫയിൽ അതിനടുത്ത് എൻ്റെ ഉപ്പാക്കും അവസരം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇടറുന്ന കൽബോടെ അവിടെ കിടന്നുറങ്ങാൻ ആഗ്രഹിച്ച സയ്യിദത്ത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയാണ്, അതേ സമ്മതാണ്, മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ട്, അവിടെ കിടക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറയാണ്, ഉപ്പ സമ്മതം കിട്ടിയിട്ടുണ്ട്. അതറിഞ്ഞ നിമിഷം തൻ്റെ ഇഷ്ടപ്പെട്ട, മനസ്സ് നിറയെ സ്നേഹിച്ച ആ ഹബീബിൻ്റെ അടുത്തേക്ക് കിടന്നുറങ്ങാൻ അനുഗ്രഹം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ വേദന കടിച്ചമർത്തി, കുടൽമാലൊക്കെ ഇങ്ങനെ പുറത്താളുള്ളത്, അത്രയും ക്രൂരമായ കുത്തേറ്റ് കിടക്കുകയാണ്. ആ സമയത്തും ഒരിളം പുഞ്ചിരി തൂകി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമായിരുന്നു! ആ സ്നേഹമല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആ വിശുദ്ധമായ റൗള ഷരീഫിൻ്റെ അകത്തേക്ക് അങ്ങ് കടന്നാൽ സിദ്ദീഖ് തങ്ങളുടെയും റസൂലുള്ളാഹിൻ്റെയും കൂടെ കിടന്നുറങ്ങുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ ആ ഉമർ തങ്ങളുടെ കൂടെ, മുത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗ്ഗത്തിലെത്തിച്ച് തരുമാറാവട്ടെ. സ്നേഹിക്കണം ഹബീബിനെ. നമ്മളുടെ മനസ്സിൽ എപ്പോഴും മുത്ത് റസൂലുള്ളാഹിനോട് ഇഷ്ടം വേണം. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഒഴുകുന്ന സ്വലാത്ത് മദീനയുടെ മന്ദമാരുതൻ്റെ തലോടലേറ്റ് ആ ഹബീബിലേക്ക് കിനിഞ്ഞിറങ്ങണം. അതിൻ്റെ സൗരഭ്യതയിൽ നമ്മളുടെ ജീവിതം ഇങ്ങനെ സുന്ദരമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.